ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ഓണപ്പാട്ട് നിങ്ങൾ പഠിച്ചോ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറേ പേരൊക്കെ പഠിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇത്തിരി പ്രയാസം തോന്നി പാടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ കുഴപ്പമില്ല, ഇന്ന് നമുക്ക് വേറെ നല്ലൊരു പാട്ട് പഠിക്കാം. ഓണപ്പാട്ട് തന്നെ. അതായത് പൂവിളി പൂവിളി എന്ന പാട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. എല്ലാവർക്കും തന്നെ, കുട്ടികളായാലും ശരി, വലിയ ആൾക്കാരായാലും ശരി, എല്ലാവർക്കും പാടാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ്. വിഷുക്കണി എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി സാർ എഴുതി സനൽ ചൗധരി സാർ ഈണം നൽകിയിട്ടുള്ള പാട്ടാണ്. വളരെ എന്താ പറയുക, സുഖമായിട്ട് നമുക്ക് പാടി പോകാൻ പറ്റുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഇതിനകത്ത് കോറസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അത് പാടി പോകാൻ പറ്റും. കോറസൊക്കെ നമുക്ക് തന്നെ പാടിയിട്ട് പോകാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഓണാഘോഷങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പാടാനും ഒക്കെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ മാല കണ്ടോ, അതെനിക്ക് എൻ്റെ സ്റ്റുഡൻസ് തന്നതാണ്, ചേച്ചിമാരാണ് കേട്ടോ, അവർ തന്നതാണ്. പിന്നെ ഇതിൻ്റെ കമ്മലുണ്ടായിരുന്നു, കണ്ടോ, കമ്മല് വലിയ കമ്മലാണ്. അപ്പം ഞാൻ അത് ഇട്ടില്ല, എല്ലാം കൂടെ ഭയങ്കര ആർഭാടം ഓദിച്ചിട്ട് ഞാൻ ഈ കമ്മലിട്ടിട്ടില്ല. ഈ മാലയ്ക്ക് ഈ ഒരു കുഞ്ഞു കമ്മൽ കൊടുത്തു. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് വീഡിയോ ചെയ്യുമ്പം അവർ തന്നിട്ടുള്ള ഈ മാലയും കമ്മലൊക്കെ ഇടണമെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം, അവർക്കും സന്തോഷമാവുമല്ലോ ഞാനിത് പറയുമ്പോൾ അല്ലേ. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പാട്ട് ഓരോ വരികളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. നോക്കാം നമുക്ക്. അത് ശ്രുതി വന്നിട്ടുള്ളത് ഈ ആണ് കേട്ടോ. 3 ഘട്ട ശ്രുതിയിലാണ്, സെയിം ശ്രുതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ കേട്ട് പഠിക്കുക കേട്ടോ. ഈ ഒരു പാട്ട് വലജി രാഗത്തിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും ഞാൻ പറയാറുണ്ട്, സിനിമാ പാട്ടുകളിൽ രാഗത്തിൽ അതേ സ്വഭാവമായിരിക്കില്ല, ചിലപ്പോൾ അതിനകത്ത് അന്യസ്വരങ്ങൾ കയറി വരും. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പാട്ടിലും അന്യസ്വരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നോക്കൂ. പൂവിളി പൂവിളി എന്നാണ്. പൂവിളി, ആദ്യത്തെ പൂവിളി, പൂവിളി ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പൂ കണ്ടോ, പൂവിളി പൂവിളി പൂവിളി. രണ്ടാമത്തത് ഒന്ന് പൂ എന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പൂവിളി, അവിടെ വിളി എന്നുള്ളതും ചെറുതായിട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. പൂവിളി വിളി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം പൊന്നോണമായി, അവിടെ പൊന്നോണമായി, അവിടെ ചെറുതായിട്ടൊരു ഈ സംഗതി അവിടെ കൊടുത്താൽ ഭംഗി. അപ്പോൾ ഒന്നുകൂടെ പാടി നോക്കൂ. പൂവിളി പൂവിളി പൊന്നോണമായി. ഓക്കെ, ഇനി അടുത്ത വരി നോക്കൂ. അതേപോലെ തന്നെ നീ വരൂ, നീ, ആ നീ എന്നുള്ളത് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. നീ വരൂ, നീ വരൂ, നീ വരൂ പൊന്നോണത്തുമ്പി, പൊന്നോണത്തുമ്പി എന്നാണ്. പൊന്നോണത്തുമ്പി. ക്ലിയർ? അപ്പം 2 വരികൾ ഒരുമിച്ചൊന്ന് പാടിക്കേ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ, നീ വരൂ പൊന്നോണത്തുമ്പി. അടുത്ത ഭാഗം, അടുത്ത വരി നോക്കിക്കേ. ഈ പൂവിളിയിൽ എന്നാണ്. ഈ പൂ, അവിടെ ജസ്റ്റ് ഒരു കുഞ്ഞു സംഗതിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പൂവിളിയിൽ, അവിടെ ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും, മോഹം പൊന്നിൻ. ആ കറക്റ്റ് താളത്തിൽ നമുക്ക് നല്ല രസമായിട്ട് ഇതിങ്ങനെ പാടിക്കൊണ്ടുപോവാം കേട്ടോ. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, പൂവയലിൽ എന്നെടുക്കണം. അവിടെ നീ, അവിടെ ആ നീ എന്നുള്ളത് ഒരു കുഞ്ഞു സംഗതിയാണ് അവിടെ കൊടുത്തത്. നീ, നീ കണ്ടോ, ജസ്റ്റ് ഒന്ന് ചാടിച്ചു കൊടുത്താൽ മതി. നീ, നീ വരൂ. ഓക്കെ, ക്ലിയർ ആയോ? നീ വരൂ ഭാഗം വാങ്ങാൻ, ഭാഗം വാങ്ങാൻ എന്നാണ്. നീ വരൂ ഭാഗം വാങ്ങാൻ. പിന്നെ വരുന്ന പൂവിളി എന്നുള്ളത് പൂവിളി പൂവിളി എന്നാണ് വരുന്നത്. അവിടെ പൂവിളി 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 പൊന്നോണമായി, നീ
അതുപോലെ തന്നെ നീ വരൂ എന്നുള്ളതും നീ വരൂ പൊന്നോണത്തുമ്പി എന്നാണ് പാടുന്നത്. അത് രണ്ടാമത് എടുക്കുന്ന സമയത്ത് കേട്ടോ. ഈ ഒരു ഭാഗം വരുന്നത് കോറസ് ആണ് പാടുന്നത് കേട്ടോ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പിന്നെ അത് കേട്ട് അടുത്തതും കൂടെ പാടുന്നുണ്ട്. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ എന്നാണ് എടുക്കുന്നത്. അവിടെ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പാടിയത് അവിടെ പൂവയലിൽ എന്നായിരുന്നു. ഇപ്പോൾ പാടുമ്പോൾ പൂവയലിൽ അവിടെ ചെറിയൊരു സംഗതി കൊടുത്തിട്ടാണ് പാടുന്നത്. പൂവയലിൽ എന്നാണ്. നീ വരൂ ഭാഗം വാങ്ങാൻ എന്ന് അടുത്ത വരി കൂടെ പാടിയിട്ട് വീണ്ടും എന്ത് പാടുന്നു? പൂവിളി. നമ്മൾ ആദ്യം പാടിയ പോലെ തന്നെ വീണ്ടും പാടുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് ഒന്നുകൂടി അത് പാടുന്നു. നീ വരൂ പൊന്നോണത്തുമ്പി. അടുത്തത് അനുപല്ലവി നോക്കൂ. പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ എന്നാണ് വരുന്നത് ഫസ്റ്റ് വരി. പൂ കൊണ്ടു ടോപ്പിലേക്ക് പോകണം. പൂ കൊണ്ടു മൂടും ഡും പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ എന്നാണ്. പൊന്നും ചിങ്ങത്തിൽ പൊന്നും ചിങ്ങത്തിൽ. ക്ലിയർ ആയല്ലോ? അടുത്ത വരി പുല്ലാങ്കുഴൽ കാറ്റത്താടും പുല്ലാങ്കുഴൽ എന്നാണ് അവിടെ പാടുന്നത്. പുല്ലാങ്കുഴൽ കാറ്റത്താടും പുല്ലാങ്കുഴൽ കാറ്റത്താടും. അവിടെയൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പാടിയാൽ മതി. പുല്ലാങ്കുഴൽ കാറ്റത്താടും. അവിടെ കേട്ടോ, എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ചെമ്പാവിൻ പാടം എന്നാണ്. പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പാടം എന്നാണ് കേട്ടോ. ഇനി അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പൂ കൊണ്ടു മൂടും എന്നെടുക്കുന്നുണ്ട് അവിടെ. ആദ്യം പാടിയത് അങ്ങനെയല്ലായിരുന്നു. പൂ കൊണ്ടു മൂടും എന്നാ പാടിയത്. പക്ഷെ രണ്ടാമത് പാടുമ്പോഴോ പൂ കൊണ്ടു മൂടും എന്നെടുക്കുന്നുണ്ട്. അപ്പോൾ പൂ കൊണ്ടു മൂടും എന്നാണ് പാടുന്നത് കേട്ടോ. അത് കോറസ് ആണ് വരുന്നത്. പക്ഷെ കോറസ് ആണെങ്കിലും നിങ്ങൾക്ക് പാടാതെ കേട്ടോ. ഇനിയിപ്പോൾ കോറസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് എന്ത് ചെയ്യുന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട. അവിടെ നിങ്ങൾക്ക് തന്നെ പാടിക്കൊടുക്കാം. ചെറിയൊരു മാറ്റം വരുന്നേ ഉള്ളൂ കേട്ടോ. പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം എന്നാണ് രണ്ടാമത് പാടുന്നത് കേട്ടോ. ഇനി അടുത്ത വരി നോക്കിക്കേ. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി എന്നാണ്. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ എന്നാണ് വരുന്നത് കേട്ടോ. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി തീ ഒന്ന് പുഷ് ചെയ്തെടുക്കുക. തീ എന്നുള്ളത് കേട്ടോ. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. അത് ആദ്യത്തത്. അത് രണ്ടാമത് പാടുമ്പോൾ കോറസാണ് പാടുന്നത്. അപ്പോൾ ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി അത്തം ചിത്തിര ചോദി എന്നാണ് പാടുന്നത്. അത്തം ചിത്തിര ചോദി എന്നാണ് പാടുന്നത് കേട്ടോ. അവിടെ ചെറിയ ഒരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് കോറസ് ആണെങ്കിലും നിങ്ങൾക്ക് തന്നെ അവിടെ പാടിക്കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കോറസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആരും പാടാനില്ലെങ്കിൽ നമ്മൾ തന്നെ പാടുക, അത്രയേ ഉള്ളൂ. അടുത്ത വരി നോക്കിക്കേ. പൊന്നെല്ലിൻ പൊന്മല പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും എന്നാണ്. പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും
പൂമുറ്റം തോറും ഇതാണ് വരുന്നത് കേട്ടോ. പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും. അടുത്ത വരി നീ വരൂ അവിടെ നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെയാണ്. നീ വരൂ പൊന്നോല തുമ്പി എന്നാണ് കേട്ടോ. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ അവിടെ ഈ പൂവയലിൽ എന്നുള്ളത് കോറസാണ് പാടുന്നത്. പക്ഷെ നമുക്കത് ആ കൂടെ തന്നെ പാടിപ്പോവാം കേട്ടോ. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, അവിടെ ആ സംഗതി മാറിയിട്ടുണ്ട്. പൂവയലിൽ എന്നാണ് പാടുന്നത്. അവിടെ എന്താണ് പ്ലെയിൻ അല്ല കേട്ടോ. പൂവയലിൽ എന്നാണ് പാടുന്നത്. പിന്നെ നീ വരൂ ഭാഗം വാങ്ങാൻ എന്നുള്ളതും കോറസാണ് പാടുന്നത്. അപ്പോൾ അവിടെ വ്യത്യാസമുള്ളത് നീ വരൂ എന്നാണ്. അവിടെ ആ സംഗതി കൊടുത്തിട്ടില്ല. നേരത്തെ പാടിയ പോലെ നീ വരൂ ആ സംഗതി ഇല്ല. അവിടെ പ്ലെയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. നീ വരൂ ഭാഗം വാങ്ങാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് കോറസാണ് പാടുന്നതും. അത് കോറസ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പാടാം കേട്ടോ. പിന്നെ എന്ത് പാടുന്നു? പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അതുവരെ പാടുക. എന്നിട്ട് അവസാന ഭാഗത്തേക്ക് നോക്കാം നമുക്ക്. ശരിക്കും നല്ല രസമാണ് ഈ പാട്ട് പാടിപ്പോവാൻ അല്ലേ? അപ്പോൾ ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ല ഓളത്തിൽ നമുക്ക് പാടിപ്പോവാം. നല്ലൊരു ഓണം വൈബ് വരുന്നൊരു പാട്ടും കൂടിയാണിത്. എല്ലാ ഓണത്തിനും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? പക്ഷേ നമുക്ക് പഠിക്കാൻ എങ്ങനെ പഠിക്കും, ഏത് പിച്ചാണ് എന്നൊക്കെ മനസ്സിലാവാത്തത് കൊണ്ട് കുറേ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് പഠിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അടുത്ത അവസാന ഭാഗം. നമ്മൾ നേരത്തെ അനുപല്ലവി പാടിയ പോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രുതി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതേ പിച്ചിൽ തന്നെ പാടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. മടി കാണിച്ചിട്ട് താഴെ കൊണ്ടുപോയി പാടരുത്. ഇതാണ് ഇച്ചിരി മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് കേട്ട് നന്നായിട്ട് എൻ്റെ കൂടെ നിങ്ങൾ പാടിക്കും. ഒന്നുകൂടെ പാടി വയ്ക്കുക. അപ്പം ഞാൻ ഈ അവിടെയാണ് നമ്മൾ പിച്ച് കിടക്കുന്നത്. അപ്പം നിങ്ങൾ പാടുമ്പോൾ മാരിവിൽ മാല എന്നായി പോകരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് താഴെ പിച്ച് മാറ്റിയിട്ട് പാടരുത്. അപ്പം നമ്മൾ ശ്രുതി ഔട്ടായത് കണ്ടോ? അതുപോലെ ആയിപ്പോവും. അത് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് രണ്ട് വിധം പാടി തന്നത് കേട്ടോ. പിച്ച് മാറ്റി ഞാൻ പാടി തന്നത്. അങ്ങനെ ആയി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എങ്ങനെ പാടും? അവിടെ തന്നെ നിന്നോണം. കണ്ടോ? അതും ആ പിച്ച് കറക്റ്റ് ചെയ്തിട്ട് നിൽക്കണം. അടുത്ത വരി മണ്ണിൻ സ്വപ്നപ്പൂമാലൈ എന്നാണ്. ആ ഒരു സ്റ്റൈൽ വരണം കേട്ടോ. നമുക്കറിയാം സലിൽ ചൗധരി ഈണം കൊടുത്തിട്ടുള്ള പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടാവും. ആ ഒരു സ്റ്റൈല് പാട്ടിലേക്ക് വരണം കേട്ടോ. മണ്ണിൻ സ്വപ്നപ്പൂമാലൈ ഒന്ന് തട്ടി കൊടുത്തിട്ടാണ് പാടുന്നത്. എല്ലാത്തിനും ഒരു തട്ട് കൊടുത്താൽ മതി. പമ്പാ തീരത്തിൽ അവിടെ ഒന്ന് ഒരു കുടുക്കിട്ട് കൊടുക്കുക. മണ്ണിൻ സ്വപ്നപ്പൂമാലൈ പമ്പാ തീരത്തിൽ കണ്ടോ? എന്നുള്ളത് അവിടെ നോട്ട് ചെയ്യണം കേട്ടോ. ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് പാടുന്നത് കോറസ് ആണ്. അവിടെ വ്യത്യാസം വരുന്നത്
എന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. മാരിവിൽ മാല, ക്ലിയർ. മാരിവിൽ മാല മനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പൂമാലൈ പമ്പാതീരത്തിൽ എന്നാണ് വരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ അടുത്ത വരി നോക്കിക്കേ. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി എന്നാണ്. അപ്പോൾ ഓരോന്ന് നോക്കൂ. തുമ്പപ്പൂക്കൾ തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി ചെമ്പരത്തി തീ എന്ന് കൊടുക്കുന്നുണ്ട് അവസാനം. ഒന്നുകൂടെ പാടിക്ക്. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി എന്നാണ് പാടുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് പാടുമ്പോൾ അതേ സെയിം സംഭവം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി രത്തി. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത് എടുക്കുമ്പോൾ കേട്ടോ. പിന്നെ പാടുന്നത് പൂക്കളം പാടിടും പൂമുറ്റം തോറും എന്നാണ്. നോക്കിക്കേ, നമ്മൾ നേരത്തെ പാടിയ അതേ ട്യൂൺ തന്നെയാണ്. പൂക്കളം പാടിടും എന്നാണ്. പൂ പൂ എന്നുള്ളത് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പൂക്കളം പാടിടും പാ എന്നുള്ളതും ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പാടിടും പൂമുറ്റം തോറും തോറും എന്നാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നീ വരൂ പൂവാലൻ തുമ്പി, നീ വരൂ പൂവാലൻ തുമ്പി, പൂവാലൻ തുമ്പി പൂവാലൻ തുമ്പി എന്നാണ് എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെ ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. അവിടെ ഈ പൂവയലിൽ നിന്ന് എടുക്കുന്നത് എന്താണ്? കോറസാണ് കേട്ടോ. കോറസ് വേണമെന്നില്ല, നമുക്ക് തന്നെ പാടാം. പിന്നെ അടുത്തത് നീ വരൂ ഭാഗം വാങ്ങാൻ, അതും കോറസാണ് എടുക്കുന്നത്. നീ വരൂ ഭാഗം വാങ്ങാൻ എന്ന് പാടി കഴിഞ്ഞിട്ട് എന്ത് പാടണം? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പിന്നെ നമ്മൾ ഒന്നുകൂടി പല്ലവി പാടുമ്പോൾ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് പാടിയിട്ട് അത് പിന്നെ ഒന്നുകൂടെ കോറസ് പാടുന്നുണ്ട്. അവിടെ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് അവരത് ഏറ്റു ചൊല്ലുന്നുണ്ട് കേട്ടോ. പിന്നെ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നീ വരൂ പൊന്നോണത്തുമ്പി എന്ന് പാടിയിട്ട് പിന്നെ കോറസ് പാടുന്നത് നീ വരൂ പൊന്നോണത്തുമ്പി. വീണ്ടും നമ്മൾ എന്ത് പാടുന്നു? പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പം കോറസ് പിന്നെ പാടുന്നു പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, നീ വരൂ പൊന്നോണത്തുമ്പി. ഇങ്ങനെയാണത് പാടി സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ മാറി മാറിയാണ് പാടുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് പാടണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കോറസ് പാടാനായിട്ട് ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ പാടി കൊടുക്കുക. അവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പാടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.